ലൈസ ബി അമാനിയിക്കും വലാ അമാനി അഹ്ലിൽ കിതാബ് മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി വലാ യജിദ് ലഹു മിൻ ദൂനില്ലാഹി വലിയ്യൻ വലാ നസീറാ വമൻ യഅമൽ മിനസ് സ്വാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫൗലായിക യദ്ഖുലൂനൽ ജന്നത വലാ യുളമൂന നഖീറാ. സദഖല്ലാഹുൽ അലിയുൽ അലീം വസദ്ദഖ വബല്ലഗ റസൂലുഹു നബിൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ശാഹിദീന ശാകിരീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ റഹീമിനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കേവലം ഒരു സമുദായമല്ല, അതിനപ്പുറം ഒരു ആദർശ സമൂഹമാണ് എന്നതാണ് വസ്തുത. മറ്റുള്ള സമുദായങ്ങളെപ്പോലെ സമാനമായ വേറൊരു സമുദായം, മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഒരു സമുദായം, ഈ ഒരു സമീപനമല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിനും വിശുദ്ധ ഖുർആനിനുമുള്ളത്. മറിച്ചൊരു ആദർശ സമൂഹമാണ്. വളരെ കൃത്യമായ നിർണിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നിയോഗിക്കപ്പെട്ട ഒരു സമുദായമാണ്. പക്ഷേ നമ്മൾ ഇസ്ലാം കാര്യം പഠിപ്പിക്കുന്നത് പോലെ, ഈമാൻ കാര്യം പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഈ നിയോഗ ലക്ഷ്യം നമ്മൾ പഠിപ്പിക്കാറില്ല എന്നത് വലിയ ദുര്യോഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇസ്ലാം കാര്യം പഠിപ്പിക്കാറുണ്ട്, ഈമാൻ കാര്യം പഠിപ്പിക്കാറുണ്ട്. അതുപോലെ ഈ നിയോഗ ദൗത്യം നാം പഠിപ്പിക്കപ്പെടാറില്ല. വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിയാൽ, നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത് എന്ന് ഖുർആനിൽ ഒരു പരാമർശം കാണുക സാധ്യമേ അല്ല. നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നത് എന്ന് ഒരു പരാമർശം ഖുർആനിൽ കാണുക സാധ്യമേ അല്ല. ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്നത്, നിയോഗിച്ചത് എന്ന ഒരു പരാമർശം ഖുർആനിൽ കാണുക സാധ്യമേ അല്ല. പക്ഷെ എന്നിട്ടും അത് നമ്മുടെ ഇസ്ലാം കാര്യമായി, അടിസ്ഥാന കാര്യമായി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായി മാറി. എന്നാൽ നിങ്ങൾ കൊണ്ടുവന്നത് ഇന്നതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിൽ ചില പരാമർശങ്ങൾ കാണാം. പക്ഷെ ആ പരാമർശങ്ങൾ നമ്മൾ സമുദായത്തെ ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരവില്ല. അതിന് ഈമാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഞാൻ നിയോഗിച്ചു, ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഒരു ഉത്തമ സമുദായമായി ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ എന്നിട്ടും അത് നമ്മുടെ പ്രധാനപ്പെട്ട എണ്ണപ്പെട്ട കാര്യങ്ങളിൽ അത് പെട്ടിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, ഉത്തമ സമൂഹമാക്കി. തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ ദൗത്യം. പക്ഷേ ഇങ്ങനെ ഒന്ന് നമ്മൾ പഠിപ്പിക്കാറില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായത്തിലെ 78-ാം വാചകത്തിൽ ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അള്ളാഹു. നിങ്ങളുടെ ബ്രാൻഡ് നെയിം മുസ്ലിം എന്നതാണ്. എന്തിനാണ്? ലി തകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ,
പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയായതുപോലെ നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാവാൻ. നിങ്ങളെ പേര് മുസ്ലിം എന്ന പേര് വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹ് പറയുന്നു. പക്ഷെ അത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലും പെട്ടിട്ടില്ല. ഈ പറഞ്ഞ കാര്യം ഒരു കാര്യത്തിലും പെട്ടിട്ടില്ല. നമുക്ക് എണ്ണി പറയാൻ പറ്റുന്ന ഒരു കാര്യമായി നമ്മെ അത് പഠിപ്പിച്ചിട്ടില്ല. അതേ 22-ാം അധ്യായം 78-ലെ മറ്റൊരു വാചകം, വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവ ജ്തബാകും. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ട വണ്ണം പ്രവർത്തിക്കണം. ഹുവ ജ്തബാകും, നിങ്ങളെ അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിസ്കരിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. നോമ്പ് പിടിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഹജ്ജ് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞിട്ടില്ല. പ്രവാചകന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന പദം പ്രയോഗിച്ചുകൊണ്ട് അല്ലാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞത് ജിഹാദ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, ജിഹാദ് ചെയ്യേണ്ട വിധം ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കേണ്ട വിധം പ്രവർത്തിക്കുക. അതിനാണ് നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് സൂറത്തുൽ ബഖറയിൽ, 2 സൂറത്തുൽ ഹജ്ജിൽ. പക്ഷെ ഇത് നാം എണ്ണി പറയുന്ന കാര്യങ്ങളിൽ പെട്ടതല്ല. നമ്മളിവിടെ കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യം നമ്മളെവിടെയും പഠിപ്പിക്കണില്ല. അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പണിയും എടുക്കുന്നില്ല. മറിച്ച് നമുക്കറിയാവുന്ന ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഫർളും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷെ നമ്മളിവിടെ വന്നത് എന്തിനാണ് എന്ന് അള്ളാഹ് പറയുന്ന ഒരു കാര്യമാണ്. 2-3 കാര്യങ്ങളുണ്ട്. ആ കാര്യം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ഞാൻ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മൾ മുസ്ലിമായി മാറിയിട്ടുള്ളത്, നമ്മൾ മൂമിനാണെന്ന് അവകാശപ്പെടുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളെ സന്മാർഗത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സമ്പത്തും ശരീരവും അതുപോലെ തന്നെ തന്റെ സർഗാത്മകമായ കഴിവുകളും വിനിയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തല്ല, നിങ്ങൾ കേവലം ഒരു സമുദായമല്ല, നിങ്ങൾ കേവലം ഒരു സമുദായമല്ല, മറിച്ച് നിങ്ങളൊരു ആദർശ സമൂഹമാണ്. ആദർശ സമൂഹവും സമുദായവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഒരു സമുദായത്തിൽ നിന്ന് മറ്റൊരു സമുദായത്തിനൊന്നും പകർത്താനില്ല. എന്നാൽ ഒരു ആദർശ സമൂഹത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ഒരുപാട് പകർത്താനുണ്ടാകും. ഇന്ന് നമ്മൾ സമുദായമായി മാറിയതുകൊണ്ട് നമ്മിൽ നിന്ന് ആർക്കും ഒന്നും പകർത്താനില്ല. അപ്പൊ ഇങ്ങനെ ഒരു ആദർശ സമൂഹമായ നമ്മൾ നമ്മെ നിയോഗിച്ച ദൗത്യം നിർവഹിക്കുന്നതിന് പകരം, അത് പഠിപ്പിക്കുന്നതിന് പകരം, അതിന് പ്രാപ്തമാകുന്നതിന് പകരം, ആ പണി എടുക്കുന്നതിന് പകരം നമ്മൾ ഒരു കുറെ വ്യാമോഹങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഈ സമുദായം ഒരു കുറെ വ്യാമോഹങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർ ആദർശ സമൂഹം എന്ന റോളിൽ നിന്ന് മാറി ഡിലൂഷൻസ്, വ്യാമോഹങ്ങളുമായി ജീവിക്കുന്ന ഒരു സമുദായമായി നമ്മൾ മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു നമ്മളാണ് സ്വർഗത്തിലെന്ന്, നമ്മളെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമെന്ന്, നമ്മളാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മതത്തിലുള്ള ആളുകളെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ്. നമ്മൾ എന്തായാലും സ്വർഗത്തിൽ പോകും എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. മുസ്ലിം സമുദായത്തിലെ ആളുകൾ, ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകൾ. അതേസമയം മറുപക്ഷത്ത് ക്രൈസ്തവ സമൂഹമുണ്ട്, ഹൈന്ദവ സമൂഹമുണ്ട്. അവരെ കുറിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളൊന്ന് കൊണ്ടുവരിക. നിങ്ങളൊരു തീരുമാനത്തിലെത്തും, അവർ 2 കൂട്ടരും നരകത്തിലാണ്, നമ്മളൊക്കെ സ്വർഗത്തിലാണ്. ഇല്ലേ? നമ്മളാരെങ്കിലും നരകത്തിലാണെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതിന്റെ ഒരു സാധ്യത എപ്പോഴെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടോ? ഞാൻ നരകത്തിലായിരിക്കും എന്നതിനെ കുറിച്ച് ആകുമോ ഇല്ലയോ എന്നൊരു ആശങ്ക നമ്മെ എപ്പോഴെങ്കിലും അലട്ടുന്നുണ്ടോ? ഇല്ല. കാരണം ഞാൻ മുസ്ലിമാണ്, അള്ളാഹ് ഇഷ്ടപ്പെട്ട സമുദായത്തിലുള്ള ആളാണ്. അള്ളാഹ് നമ്മളെ സ്വർഗത്തിൽ വിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് സ്വർഗത്തിൽ വിടുക? അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 62-ാമത്തെ അധ്യായം സൂറത്തുൽ ജുമുഅയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഖുൽ യാ അയ്യുഹല്ലദീന ഹാദു ഇൻ സാംതും അന്നകും ഔലിയാഉ ലില്ലാഹ് മിൻ ദൂനിൻ നാസി ഫതമന്നവുൽ മൗത ഇൻ കുൻതും സാദിഖീൻ. ജൂത സമൂഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, ഇതുപോലൊരു വ്യാമോഹം ഉണ്ടായിരുന്നു. ഞങ്ങളെയാണ് അള്ളാഹു കൂടുതൽ സ്നേഹിക്കുക, ഞങ്ങളാണ് മറ്റേതൊരു ജനത്തെക്കാളും അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹു ഞങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന ഒരു വിശ്വാസം, ഒരു കാഴ്ചപ്പാട്, ഒരു തോന്നൽ, ഒരു ഡിലൂഷൻ, ഒരു വ്യാമോഹം അവർക്കുണ്ടായിരുന്നു. ഇതുപോലെ ഒരു വ്യാമോഹം നമുക്കുണ്ട്.
ഇതുപോലൊരു വ്യാമോഹം നമുക്കുണ്ട്. നമ്മളെല്ലാവരും സ്വർഗത്തിലാണ്, മറ്റുള്ളവർ അവർക്ക് വിശ്വാസം തന്നെ ശരിയല്ല അവരുടേത്, പിന്നെ അവർ സ്വർഗത്തിൽ പോകുന്ന പ്രശ്നമില്ല, അവർ കാഫിറുകളാണ്, അവർ മുസ്ലിങ്ങളല്ല, അതുകൊണ്ട് അവരുടെ കാര്യം പോക്കാണ്, ഒരു രക്ഷയുമില്ല, നമ്മുടെ കാര്യമാണെങ്കിൽ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഇതിനെ പച്ച മലയാളത്തിൽ പറയുന്ന വാക്കാണ് വ്യാമോഹം എന്ന് പറയുന്നത്. ഈ വ്യാമോഹമായി നമ്മൾ നടന്നിട്ട് യാതൊരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സാമുദായിക സ്നേഹിയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ മുസ്ലിമാണ് എന്ന് അറിയപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, ഒരു ഖുത്ബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഒരാളും മുസ്ലിം ആവില്ല. നമ്മൾ പിന്നെ ഇങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന്. ഇപ്പൊ ഞാൻ മുസ്ലിമാണെന്ന് ഇപ്പൊ വിചാരിക്കുന്നതിന് വല്ല കാശ് മുടക്കുണ്ടോ? അതിനിപ്പോ കാശ് മുടക്കൊന്നുമില്ലല്ലോ. ഇപ്പൊ ഞാൻ മുസ്ലിമാണെന്ന് വിചാരിക്കുന്നതിന് വല്ല മുടക്കുമുതലൊന്നുമില്ല. അങ്ങനെ ഞാൻ മുസ്ലിമാണെന്ന് ഞാനിങ്ങനെ വിചാരിച്ചത് കൊണ്ട് ഞാനൊട്ട് മുസ്ലിം ആവാനും പോകുന്നില്ല. ഒരു കുടുംബത്തിൽ ഒരു മുസ്ലിം മാതാപിതാക്കളുടെ മകനായി മകളായി ജനിച്ചു എന്നതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവില്ല. മുസ്ലിം ആകുമെന്ന് നമ്മൾ ആരെങ്കിലും വാദിച്ചാൽ അതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ച ആക്കിട്ട പേരല്ല മുസ്ലിം എന്നുള്ളത്. ഏതെങ്കിലും മുസ്ലിം മാതാവിന്റെയോ മകനോ പിതാവിന്റെയും മകനോ മകളോ ആയി ജനിച്ചതുകൊണ്ട് അവർക്ക് ഇട്ടുകൊടുക്കുന്ന പേരല്ല മുസ്ലിം എന്നുള്ളത്. അങ്ങനെ ജനിച്ചതുകൊണ്ട് നമ്മളിപ്പോ ഇനി എവിടെയെങ്കിലുമൊക്കെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ടും നമ്മൾ മുസ്ലിം ആകാൻ പോകുന്നില്ല. അങ്ങനെ നമ്മൾ സ്വർഗത്തിൽ പോകാമെന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇങ്ങനെയുള്ള ഒരു വ്യാമോഹവുമായി നമ്മൾ നടക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ സമുദായം നടക്കേണ്ടതില്ല, നമ്മൾ ആരും നടക്കേണ്ടതില്ല. അങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സമുദായം നോക്കി ആരെയും സ്വർഗത്തിലാക്കൂല. അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടി വാദിച്ചു എന്നതുകൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും സ്വർഗത്തിലാക്കാൻ പോകുന്നില്ല. അള്ളാഹ് അത് വളരെ കൃത്യമായി പറയുന്നുണ്ട് എന്നതാണ് വസ്തുത. പക്ഷെ പലപ്പോഴും ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് കുറഞ്ഞതുകൊണ്ട് ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ ഡയലോഗുകൾ നമ്മൾ അറിയുന്നില്ല എന്നതാണ് വസ്തുത. ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്ക് കുറഞ്ഞു പോയതുകൊണ്ട് അള്ളാഹുവിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ, നിങ്ങൾ ഇങ്ങനെ വ്യാമോഹത്തിൽ അകപ്പെട്ട് നടക്കേണ്ടതില്ല, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഒരു കുറെ വർത്തമാനങ്ങളുണ്ട് ഖുർആനിൽ, ഒരു കുറെ ഡയലോഗുകളുണ്ട് ഖുർആനിൽ. പക്ഷെ ഈ ഡയലോഗുകളെ അടുത്തറിയാനോ ഇതങ്ങനെയല്ല, ഇങ്ങനെയാണല്ലോ, അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് ചിന്തിക്കാനുമൊക്കെ അവസരം ഉണ്ടാകണമെങ്കിൽ ഖുർആൻ വായിക്കണം. അതിന് ഖുർആൻ നമ്മളെ വായിപ്പിക്കാറില്ല, നമ്മളൊട്ട് വായിക്കാൻ സന്നദ്ധമാകാറുമില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ വളരെ പച്ചയായ പരാമർശങ്ങൾ, നമ്മെ ചൂണ്ടി അള്ളാഹു പറയുന്ന പല കാര്യങ്ങൾ, നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന പല കാര്യങ്ങൾ വായിക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം നമുക്കില്ലാതെ പോയി. നമ്മൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൂടെയും മറ്റു പാഠപുസ്തകങ്ങളിലൂടെയും ഇസ്ലാമിനെ മനസ്സിലാക്കിയത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണത്. ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഏറ്റവും വലിയ പ്രമാണരേഖയായ വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ അതിനു വേണ്ടി വരുന്ന വിശദീകരണങ്ങളാണ് ബാക്കി ടെക്സ്റ്റുകളിലൂടെ നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും. അതിന് നേരെ തിരിച്ചാണുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കും ഒരു സംശയത്തിനും ഇടമില്ലാതെ പറഞ്ഞ കാര്യമാണ് ഞാൻ ആമുഖത്തിൽ ഓതി വച്ചത്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തു നിസാ, പെണ്ണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾ എന്ന തലക്കെട്ടിലുള്ള അധ്യായത്തിലെ 83-84 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലൈസ ബി അമാനിയക്കും വല അമാനി അഹ്ലിൽ കിതാബ്. ലൈസ ബി അമാനിയക്കും, നിങ്ങളുടെ വ്യാമോഹം പോലെ എല്ലാ കാര്യങ്ങൾ. ഈ നിങ്ങൾ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചാണ്. നിങ്ങളുടെ വ്യാമോഹം പോലെ എല്ലാ കാര്യങ്ങൾ. ലൈസ ബി അമാനിയക്കും വല അമാനി അഹ്ലിൽ കിതാബ്, അഹ്ലു കിതാബുകാരായിട്ടുള്ള ജൂതരുടെയും ക്രിസ്ത്യാനികളുടെയും വ്യാമോഹം അനുസരിച്ചുമല്ല കാര്യങ്ങളുടെ കിടപ്പ്. എത്ര വ്യക്തമാണല്ലോ പറയുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ വ്യാമോഹം അനുസരിച്ചല്ല കാര്യങ്ങളുടെ കിടപ്പ്. ക്രിസ്ത്യാനികളും ജൂതരുമാണ്, ഞങ്ങൾക്കും ഭേദം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങളാണ് സ്വർഗത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളാണ് ശരിയായ ആളുകൾ എന്നുള്ള നിങ്ങളുടെ വ്യാമോഹവും അനുസരിച്ചല്ല കാര്യങ്ങൾ പോകുന്നത്. മൻ യഅമൽ സൂഅൻ യുജ്സ ബിഹി, ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ അതിന്റെ അനുഭവിക്കേണ്ടി വരും. ഈ പറയുന്നതിന്റെ നമ്മുടേതായ ഒരു ഭാഷയിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മുസ്ലിങ്ങളാണെന്നുള്ള അവകാശവാദത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. നിങ്ങൾ ജൂതന്മാരാണ് എന്ന വാദത്തിനും പ്രസക്തിയില്ല. നിങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന വാദത്തിനും പ്രസക്തിയില്ല. മൻ യഅമൽ സൂഅൻ, ആര് തെറ്റ് ചെയ്യുന്നുവോ അവൻ അത് അനുഭവിക്കും.
അപ്പൊ നമ്മുടെ ഈ തോന്നലും ഈ വ്യാമോഹത്തിനും ഖുർആനികമായി എന്ത് പ്രസക്തിയാണുള്ളത്? തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടും, അതിന്റെ ഫലം അവൻ അനുഭവിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തൊട്ടുടനെ പറയുന്ന ഒരു കാര്യമുണ്ട്, വമൻ യഅമൽ മിനസ് സ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാരോ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, സൽക്കർമ്മം ചെയ്യുന്നവനാരോ, പിന്നെന്താണ്, സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്നവരാരോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണ്. ഫൗലൈക യദ്ഖുലൂനൽ ജന്നത, അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, അവരോട് അല്പം പോലും അനീതി കാണിക്കുകയില്ല എന്ന് അള്ളാഹു വ്യക്തമായി പറയുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ നമ്മൾ വായിക്കണം. ഖുർആൻ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മളോട് അള്ളാഹ് പറയുമ്പോൾ നമുക്കൊരു വീണ്ടു വിചാരം ഉണ്ടാകും. അതിന് ഈ വീണ്ടു വിചാരം ഉണ്ടാക്കാവുന്ന ഈ പരാമർശങ്ങളൊന്നും നമ്മൾ അറിയുന്നുമില്ല, നമ്മളോട്ട് വായിപ്പിക്കുന്നുമില്ല, നമ്മളോട്ട് പറഞ്ഞു തരുന്നുമില്ല. ഇവിടെ അള്ളാഹ് പറയുന്ന ഈ വാദങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ ഏത് ഉമ്മായുടെയും ബാപ്പായുടെയും മകനായിട്ടും മകളായിട്ടും ജനിച്ചിട്ട് യാതൊരു കാര്യമില്ല. വമൻ യഅമൽ മിനസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുക, അതാണ് ചെയ്താലും പെണ്ണ് ചെയ്താലും. എങ്ങനെ ചെയ്യണം? വഹുവ മുഅ്മിനുൻ, സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ആ സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അതാരാണെങ്കിലും പോകാം, അതാരാണെങ്കിലും പോകാം. ഈ പണി ചെയ്താൽ അയ്യപ്പനും പോകാം സ്വർഗത്തിൽ, ഈ പണി ചെയ്താൽ ജോർജിനും പോകാം സ്വർഗത്തിൽ, ഈ പണി ചെയ്താൽ മുഹമ്മദിനും പോകാം സ്വർഗത്തിൽ. ഇത്രയേ ഉള്ളൂ. വളരെ ക്ലിയർ കട്ടാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇപ്പണി ചെയ്താൽ മതി, സത്യവിശ്വാസം ഉൾക്കൊള്ളേണ്ട വിധം ഉൾക്കൊള്ളണം. ആ സത്യവിശ്വാസത്തെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കണം. അങ്ങനെ ചെയ്താൽ ഫൗലൈക യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗത്തിലാണ്. ഒരു അവ്യക്തതക്കും ഇടമില്ലാത്ത വിധം അല്ലാഹ് പറയാണ്. അത് പറഞ്ഞിരിക്കെ പിന്നെ ഞാൻ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് എന്തായാലും ഞാൻ സ്വർഗത്തിലാണ്, ഞാനിപ്പോ എന്തൊക്കെ തെറ്റ് ചെയ്താലും ഞാൻ സ്വർഗത്തിലാണ്, ഞാൻ മുസ്ലിമാണല്ലോ. മറ്റുള്ളവരെ സംബന്ധിച്ച് അവരെന്തെല്ലാം ചെയ്യുന്നു എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കാറില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ആളുകളായി മാറിയത്? അവരാ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ലേ. നമ്മളാണ് ആ കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ നമ്മളും അങ്ങനെയാവും. നമ്മൾ ഈ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയത്. അപ്പൊ ആ കുടുംബത്തിൽ ജനിക്കുന്ന അനുസരിച്ച് അങ്ങനെയും ഇങ്ങനെ ആവുമെങ്കിൽ അതൊരു ന്യായമല്ലല്ലോ. ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചാണല്ലോ ആവേണ്ടത്. അല്ലാതെ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അവൻ അങ്ങനെയായി, ഈ കുടുംബത്തിൽ ജനിച്ചാൽ ഇങ്ങനെയായി, അങ്ങനെ ആയ അവർ ശരിയാവില്ലല്ലോ. അതൊരു നീതിയല്ലല്ലോ. അള്ളാഹു ആദിലാണ്, നീതിമാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ അത് നീതിയാവൂല. നീതി ആവണമെങ്കിൽ അള്ളാഹ് പറഞ്ഞാണ്, നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങൾ ജൂതനാവട്ടെ, നിങ്ങൾ ക്രിസ്ത്യാനി ആവട്ടെ, നിങ്ങൾ മുസ്ലിം എന്ന് പറയുന്ന അവകാശവാദം ഉന്നയിക്കുന്ന ആരുമാകട്ടെ, അതല്ല ഇവിടെ പ്രശ്നം. മൻ യഅമൽ സൂഅൻ, തെറ്റാര് ചെയ്താലും യുജ്സ ബിഹി, അതവൻ അനുഭവിക്കും, അതവൻ അനുഭവിച്ച് മതിയാകും. അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ സൽക്കർമ്മം ചെയ്യുന്നു, സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നു, അവന് സ്വർഗത്തിൽ പോകാം, അവന് സ്വർഗത്തിൽ പോകാം. അവന്റെ ജീവിതകാലം അവന്റെ പേര് അയ്യപ്പൻ എന്നായാലും അവന് സ്വർഗത്തിൽ പോകാം. അവന്റെ ജീവിതകാലം മരിക്കോളം അവന്റെ പേര് ജോർജ് എന്നായാലും അവന് സ്വർഗത്തിൽ പോകാം. ചെയ്യേണ്ട പണി ഇത്രേ ഉള്ളൂ, ഇത്രയും ചെയ്യണം. ഇതൊന്നും ചെയ്യാതെ അവന്റെ ജീവന മരിക്കുന്ന വരെ അവന്റെ പേര് മുഹമ്മദ് എന്നായാലും അവനെവിടെ പോകാൻ പറ്റില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റൂല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. നമുക്ക് അല്പസ്വല്പം ഇറിറ്റേഷനോ അസ്വസ്ഥതയോ ഉണ്ടായിട്ട് കാര്യമില്ല. ഇതാണ് വസ്തുത. ഇത് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടി ക്ലാരിറ്റിയോടുകൂടി പറയുന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 62-ാമത്തെ ഒരു സൂക്തമുണ്ട്. ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാറ വസാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ ഫലഹും അജ്റുഹും മിൻ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഇന്നല്ലദീന ആമനു, ഞങ്ങൾ വിശ്വാസികളാണ് എന്ന് വാദിച്ചവരാകട്ടെ, വല്ലദീന ഹാദു ജൂതന്മാരാകട്ടെ, വന്നസാറ ക്രിസ്ത്യാനിയാകട്ടെ, വസാബീന മറ്റേതൊരു കൂട്ടരാവട്ടെ, മൻ ആമന ബില്ലാഹ് അല്ലാഹുവിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിർ വഅമില സ്വാലിഹൻ സൽപ്രവർത്തനങ്ങൾ ചെയ്യുക, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. ഇവിടെ എന്താ പറയുന്നത്? ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് ആരാണ്? ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന ആമനു, വിശ്വാസികളാണ് എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു, നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് നിങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വാക്താക്കളാണ്, നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നു. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നവരാകട്ടെ, ഞങ്ങൾ തൗറാത്തിന്റെ ആളുകളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ജൂതരാകട്ടെ, ഞങ്ങൾ ബൈബിളിന്റെ അവകാശവാദികളാണ്, ഞങ്ങൾ ഇഞ്ചീലിന്റെ അവകാശികളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ക്രിസ്ത്യാനികളാകട്ടെ,
മറ്റേതെങ്കിലും വേദഗ്രന്ഥത്തിന്റെ അവകാശികളാണ് തങ്ങളെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന ആരുമാകട്ടെ. നിങ്ങൾ ആരാണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ എന്ത് അവകാശവാദം ഉന്നയിക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങളുടെ പേരെന്താണ് എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. മൻ ആമന ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട വിധം വിശ്വസിക്കണം. വൽ യൗമിൽ ആഖിർ, വിചാരണ നാളിനെ കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ടാകണം. പിന്നെന്താണ്? സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അങ്ങനെ ചെയ്താൽ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യണം, നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യണം എന്ന് അല്ലാഹു ഇത് വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ മറ്റൊരു വാചകത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. ഇങ്ങനെ 3 ആയത്തുകളാണ് ഈ തരത്തിലുള്ളത്. ഇത് വായിക്കാനും പഠിക്കാനും നമ്മൾ സ്വയം സമയം കണ്ടെത്തണം. കാരണം വിശുദ്ധ ഖുർആൻ നമ്മുടെ വ്യാമോഹങ്ങളെയൊക്കെ ചവിട്ടി അരച്ച് കളയുന്ന ഏതാനും അല്ലാഹുവിന്റെ വാചകങ്ങളാണിത്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് നോക്കിയിട്ട് അവർ കാഫിറാണ്, അവർ നരകത്തിലാണ്. ഹൈന്ദവ സമൂഹത്തിലേക്ക് നോക്കിയിട്ട് അവർ കാഫിറാണ്, അവർ നരകത്തിലാണ്. നമ്മുടെ സമുദായത്തിലേക്ക് നമ്മൾ സ്വർഗത്തിലാണ് എന്ന വിചാരം കൊണ്ട് നടക്കേണ്ടതില്ല. ആ വ്യാമോഹവുമായി നമ്മൾ നടക്കേണ്ടതില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആദർശ സമൂഹമാണ്. ആ ആദർശ സമൂഹമായി മാറാൻ നമ്മൾ സന്നദ്ധമാണോ എന്നതാണ് ചോദ്യം. നമ്മളിൽ നിന്ന് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പകർത്താൻ എന്തെങ്കിലുമൊക്കെ വേണം. താടി പോരാ, അതിന് താടി മതിയാവൂല. അതിന് നെരിയാണിക്ക് മുകളിൽ മുണ്ടെടുത്താലും മതിയാവൂല. അതിന് തൊപ്പി വെച്ചിട്ടും കാര്യമില്ല. അതിന് ജീവിതത്തിൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇത് പഞ്ചസാരയിൽ പൊതിഞ്ഞൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് വളരെ പച്ചയായി ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ജീവിതത്തെ മൂല്യവൽക്കരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ ഡില്യൂഷൻസുമായി നടന്നിട്ട് യാതൊരു കാര്യമില്ല, വ്യാമോഹവുമായി നടന്നിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് മറ്റൊരു വ്യാമോഹമുണ്ട്. ഞാൻ അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് എൻ്റെ കാര്യം ഏറെക്കുറെ സ്വർഗത്തിലെത്തും എന്നുള്ള കാര്യം തീരുമാനമായിരിക്കുകയാണ് എന്ന വിചാരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എന്ത് തെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പലവട്ടം ആവർത്തിച്ച് ഖുതുബകളിലൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അനുഷ്ഠാന കർമ്മങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്തു പോയൊരബദ്ധം, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു പോയൊരബദ്ധം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിപ്പോയി. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യമാണ്, പിന്നെ ഈമാൻ കാര്യവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കപ്പെട്ടു പോയി. ഇസ്ലാം കാര്യം എന്ന് പറയുന്ന തൂണിന്റെ മുകളിലാണ് ഇസ്ലാം നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളിയുടെ 6 തൂണാണെന്ന് മനസ്സിലാക്കിയാൽ എന്തായിരിക്കും അബദ്ധം? അങ്ങനെ മനസ്സിലാക്കിപ്പോയി നമ്മൾ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇസ്ലാം കാര്യം. ഇസ്ലാം കാര്യം എന്തൊക്കെയാണ്? കഴിഞ്ഞതിന് മുന്നത്തെ ഖുതുബയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം കാര്യം തുടങ്ങുന്ന തന്നെ നമ്മൾ നിസ്കാരത്തിൽ നിന്നാണ്. തുടങ്ങുന്ന തന്നെ നിസ്കാരം, ഹജ്ജ്, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഈ 3-4 അനുഷ്ഠാന കർമ്മങ്ങൾ. ഈ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കലാണ് നമ്മുടെ പരിപാടി. പിന്നെ എന്തൊക്കെ തന്നെ ചെയ്താലും അതൊക്കെ ഇതിനകത്ത് കോംപ്രമൈസ് ചെയ്ത് പൊയ്ക്കോളും കോമ്പൻസേറ്റ് ചെയ്ത് പൊയ്ക്കോളും എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം നമ്മെ വല്ലാണ്ട് വ്യാമോഹിപ്പിക്കുന്ന ഒരു കാര്യമാണ്. താൻ എന്തെങ്കിലും അനുഷ്ഠാന കർമ്മങ്ങളൊക്കെ കൃത്യമായി നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ താൻ എന്ത് തന്റെ എന്തൊക്കെ കൃത്യമായി ചെയ്താലും എന്തൊക്കെ തെറ്റ് ചെയ്താലും അതൊക്കെ ഇവിടെ പരിഹരിക്കപ്പെടും എന്ന ഒരു വിചാരം നമ്മളെ നയിക്കുന്നുണ്ട്. ആ വിചാരം കൊണ്ട് നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധനാ കർമ്മങ്ങൾ നിശ്ചയിച്ചത്, അനുഷ്ഠാന കർമ്മങ്ങൾ നിശ്ചയിച്ചത്, ആ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരാൾ, അത് പ്രോപ്പറായി നിർവഹിക്കുന്ന ഒരാൾ, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കും, അയാൾ ജീവിതത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിക്കും, അയാൾ ജീവിതത്തിൽ നീതിബോധം കാത്തു സൂക്ഷിക്കും. ഈ ഒരു കോൺസെപ്റ്റാണ് ആരാധനാ കർമ്മങ്ങളും ജീവിതവും തമ്മിലുള്ള വിശുദ്ധ ഖുർആനിന്റെ കോൺസെപ്റ്റ്. ആരാധനാ കർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പ്രാപ്തമായിരിക്കും, ജീവിതത്തിൽ നീതി ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പ്രാപ്തനാകും, ജീവിതത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ അയാൾ പ്രാപ്തനാകും. ഇതാണ് ഇസ്ലാമിന്റെ ഒരു കോൺസെപ്റ്റ്, വിശുദ്ധ ഖുർആന്റെ ഒരു കോൺസെപ്റ്റ്. അഥവാ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിക്കുന്നയാൾ തെമ്മാടിത്തരത്തിൽ നിന്നും നെറികേടുകളിൽ നിന്നും അയാൾ മാറി നിൽക്കും. അയാൾ അത് ചെയ്യാൻ പാടില്ല എന്ന കൃത്യമായ ബോധവുമുള്ളവനായിരിക്കും.
എന്നാൽ നമ്മുടെ സമുദായം, ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെ സമുദായം എന്ന് മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ, എന്ത് തെമ്മാടിത്തരവും നെറുകേടും ചെയ്താലും നിസ്കരിച്ചാൽ മതി, നോമ്പ് പിടിച്ചാൽ മതി, ഹജ്ജ് ചെയ്താൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കിപ്പോയി. കാരണം നമ്മുടെ വർത്തമാനങ്ങളിലും നമ്മുടെ പ്രഭാഷണങ്ങളിലും നമ്മുടെ വയലുകളിലും ഒക്കെ നമ്മൾ ഊന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുഷ്ഠാന കർമ്മങ്ങളുടെ വിശദാംശങ്ങളും അനുഷ്ഠാന കർമ്മങ്ങൾ കൃത്യതപ്പെടുത്തുന്നതിനെ കുറിച്ചുമാണ്. അതിന് പ്രാധാന്യമില്ലെന്നോ അത് കൃത്യപ്പെടുത്തേണ്ടതില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അത് അടിത്തറ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് അടിത്തറ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ ആയി എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞ എന്താണ്? അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക. എന്നെ ഓർക്കാൻ വേണ്ടി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരം എന്ന് പറയുന്ന ആ പ്രവൃത്തിയിലൂടെ അള്ളാഹുവിനെ ഓർക്കും എന്നത് മാത്രമല്ല പലപ്പോഴും നമ്മൾ വിശദീകരിക്കപ്പെടാറ് അങ്ങനെയാണ്. നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ, ആ പ്രവൃത്തി ചെയ്യുന്നതിലൂടെ ആ പ്രവൃത്തിയുടെ സമയത്ത് അള്ളാഹനെ ഓർക്കും. അതല്ലാതെ ആ പരിപാടി ഹോമിയോ മെഡിസിൻ പോലെ ഒരു ദിവസത്തിൽ 5 നേരം ആ പണി ചെയ്യുമ്പോൾ അയാളുടെ ജീവിതം മൊത്തം, അയാളുടെ 24 അവേഴ്സും അള്ളാഹുവിനെ ഓർക്കുന്ന ഒരവസ്ഥ അയാൾക്കുണ്ടാകും എന്നാണ് പറഞ്ഞതിനർത്ഥം. അല്ലാതെ ആ പണി ചെയ്യുമ്പോൾ മാത്രം അയാൾ അള്ളാഹനെ ഓർക്കുന്നല്ല. അതല്ലാഹനെ ഓർക്കുന്നുള്ള കാര്യം വലിയ പ്രശ്നമില്ല, ഓർക്കൂലോ നമ്മൾ. അതല്ല അള്ളാഹ് ഇവിടെ പറയുന്നത്. എന്നെ ഓർക്കാൻ വേണ്ടി സദാസമയവും നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. കാരണം കാലത്ത് നമസ്കരിക്കണം, പിന്നെ ഉച്ചക്ക് നമസ്കരിക്കണം, പിന്നെ വൈകുന്നേരം നിസ്കരിക്കണം, പിന്നെ 6 മണിക്ക് നിസ്കരിക്കണം, പിന്നെ 7:30 നിസ്കരിക്കണം. അങ്ങനെ കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളിൽ ദൈവബോധം എന്ന് പറയുന്നത് ലൈവായി നിൽക്കും. അതിനുള്ള എൻ്റെ ഒരു ഡിവൈൻ സ്കീമാണ് ഈ നമസ്കാരം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാതെ ആ സമയത്ത് ഓർക്കുന്നതിനെ കുറിച്ചല്ല അല്ലാഹ് അത് പറഞ്ഞു. അപ്പൊ അങ്ങനെ അള്ളാഹനെ ഓർക്കും എന്ത് ചെയ്യും? അള്ളാഹനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അസ്തിത്വം നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് അള്ളാഹനെ ആ നിലക്ക് ഓർക്കാൻ പറ്റില്ല. പിന്നെ അള്ളാഹനെ ഓർക്കുന്ന എന്താണ്? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്നുള്ള ബോധം, അള്ളാഹു എല്ലാം അറിയുന്നുണ്ടെന്നുള്ള ബോധം, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ചുള്ള ബോധം. അതാണ് അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേ ഇരിക്കാന്നല്ല. അള്ളാഹിനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് ഓർക്കുക, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് ഓർക്കുക, അള്ളാഹു നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുക, അള്ളാഹു ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എന്ന ബോധം ഉണ്ടാവുക, അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകുക, അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാകുക. ഈ ബോധം ഉണ്ടാകലാണ് അള്ളാഹിനെ ഓർക്കൽ. അങ്ങനെ ആ ബോധം ഉണ്ടാകും. ഈ 5 വഖത്തിൽ കൃത്യമായി നമസ്കരിച്ച് അത് ബോധത്തോടു കൂടി ചെയ്താൽ അയാൾക്കതുണ്ടാകും. അയാൾ പരമാവധി തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നമസ്കാരക്കാരനെ ആ നമസ്കാരം നീചവും നികൃഷ്ടവുമായ കാര്യങ്ങളിൽ നിന്ന് തടയും എന്നല്ല പറഞ്ഞു. നമ്മളെന്ത് മനസ്സിലാക്കി? നീചവും നികൃഷ്ടവുമായ കാര്യം ചെയ്തിട്ട് നിസ്കരിച്ചാൽ രക്ഷപ്പെടും, നോമ്പ് പിടിച്ചാൽ രക്ഷപ്പെടും. ഒരു ഹജ്ജും കൂടി ചെയ്ത പിന്നെ പറയാൻ വേണ്ട. കാരണം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് കൊച്ചുകുട്ടിയെ പോലെ തിരിച്ചു വരുമെന്നാണ്. അത് വേറൊരു വ്യാമോഹമാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് വരുന്ന ഖുതുബയിൽ പറയാം. അപ്പൊ ഞാൻ പറയുന്നത് അള്ളാഹ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിച്ച് മനസ്സിലാക്കണം. ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഞാൻ മനുഷ്യരെവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സൃഷ്ടിച്ചത്. ഈ അള്ളാഹ് പറഞ്ഞ ഈ കാര്യത്തെ നമ്മൾ കൊണ്ടുപോയി ആരാധനയിൽ കെട്ടി. കുഞ്ഞുനാൾ മുതൽ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടു. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയല്ല. ഇബാദത്ത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ എന്നെ പരമാധികാരിയായി അംഗീകരിച്ചുകൊണ്ട് എന്റെ കൽപ്പനകൾ അനുസരിച്ച് ഈ ഭൂമിയിൽ 2 കാലിൽ ജീവിക്കാനാണ് ഞാൻ നിങ്ങളിവിടെ സൃഷ്ടിച്ചത് എന്നാണ് അതിനർത്ഥം. ഈ അർത്ഥത്തെ കൊണ്ടുപോയി നമ്മൾ വെച്ച് കെട്ടിയത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനവിടെ സൃഷ്ടിച്ചത് എന്നാണ്. ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനവിടെ സൃഷ്ടിച്ചത് എന്ന് ചെറുപ്പം മുതൽ നമ്മെ പഠിപ്പിക്കപ്പെട്ടാൽ നമ്മൾ എന്താണ് വലുതാകുമ്പോഴും പഠിക്കുക? നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഹജ്ജ് ചെയ്യുക, ദിക്ർ ചെല്ലുക, സ്വലാത്ത് ചെല്ലുക എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെയല്ലേ മനസ്സിലാക്കിയിട്ടുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാറ്റിനും പരിഹാരം ഈ ആരാധനയാണ് എന്ന്. എല്ലാറ്റിനും പരിഹാരം ആരാധനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതും അള്ളാഹിനെ ആരാധിക്കാനുള്ള ഒരു ഉരുപ്പടിയാക്കി നമ്മൾ മനസ്സിലാക്കി പോയതും ചെറുപ്പം മുതൽ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയാണ് എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതല്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ അവനെ ആദ്യം പരമാധികാരിയായി നമ്മൾ അംഗീകരിക്കണം.
സുപ്രീം പവറായിട്ട് അംഗീകരിക്കണം. സുപ്രീം പവറായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ മുകളിൽ ജീവിക്കുമ്പോൾ തന്നോട് കൽപ്പിക്കാനുള്ള അതോറിറ്റി ആയിട്ട് ആ അള്ളാഹുവിനെ നമ്മൾ അംഗീകരിക്കണം. ഇതാണ് അള്ളാന്റെ ഒന്നാമത്തെ ആവശ്യം. അള്ളാനെ ഇലാഹായിട്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഇതാണ്, അല്ലാതെ ആരാധനക്കർഹനായിട്ട് അംഗീകരിക്കലല്ല. അള്ളാനെ ആരാധനക്കർഹനായിട്ട് അംഗീകരിക്കൽ ഖുർആൻ നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾ പറയൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആരാധിക്കാൻ മാത്രമാണോ? ഒരിക്കലുമല്ല. അള്ളാഹു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അവനെ പരമാധികാരിയായി അംഗീകരിക്കണം. എങ്ങനെ അംഗീകരിക്കണം? നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് സ്വയം തീരുമാനിക്കാം. എനിക്ക് സ്വയം തീരുമാനിക്കാം. ഒരു കാര്യം ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം തേടി നിങ്ങൾ പറയുന്ന പോലെ സ്വീകരിക്കാം. അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് കഴിവുള്ള ആളുകൾ പറയുന്നത് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഡോക്ടർ പറയുന്നത് സ്വീകരിക്കാം, അല്ലെങ്കിൽ ആളുകളുടെ ഭൂരിപക്ഷം പറയുന്നത് സ്വീകരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുരോഹിതൻ പറയുന്നത് സ്വീകരിക്കാം. ഇങ്ങനെ ആര് പറയുന്നതും കേട്ട് എനിക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇല്ലേ? കൊണ്ടുപോകാമല്ലോ. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയല്ലേ? കുറെ നമ്മൾ തീരുമാനിക്കും, കുറെ മുസ്ലിംകാർ തീരുമാനിക്കും, കുറെ രാഷ്ട്രീയക്കാരൻ നേതാക്കന്മാർ തീരുമാനിക്കും, കുറെ ഡോക്ടർ തീരുമാനിക്കും, പിന്നെ കുറെ വേറെ ആളുകൾ തീരുമാനിക്കും. ഇങ്ങനെ എല്ലാവരുടെയും കൂടി തീരുമാനമായിട്ടാണ് ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അള്ളാഹ് പറയുന്നത് ഇത് തീരുമാനിക്കേണ്ടത് അവരാരുമല്ല, ഇത് തീരുമാനിക്കേണ്ടത് ഞാനാണ്. എന്തുകൊണ്ടാണ് അതിന് കാരണമെന്ന് ചോദിച്ചാൽ, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങൾക്ക് വായു തരുന്നത് ഞാനാണ്, നിങ്ങൾക്ക് വെള്ളം തരുന്നത് ഞാനാണ്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഞാനാണ്. നിങ്ങളെയും നിലനിർത്തിക്കൊണ്ട് മണിക്കൂറിൽ 1600 കിലോമീറ്റർ വേഗതയിൽ ഇതിനെ കറക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനാണ്. ഇതിനെ അച്ചുതണ്ടിൽ തിരിച്ചു നിർത്തിയത് ഞാനാണ്. 15 കോടി കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുപോയി സൂര്യനെ സ്ഥാപിച്ചതിന് ശേഷം വെളിച്ചം നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഞാനാണ്. അതുകൊണ്ട് ഇതെല്ലാം അനുഭവിച്ച് നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഞാനാണ് പറയേണ്ടത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന്. ഇതാണ് ഇസ്ലാം. ഇത്രയേ ഉള്ളൂ ഇസ്ലാം. വെരി സിമ്പിൾ. ഇവിടെ ആരാധനയുടെ പ്രശ്നമല്ല. ഇവിടെ അള്ളാഹ് പറയുന്ന പോലെ ജീവിക്കുക എന്ന, അതിന് വിധേയമായി നമുക്ക് ഡോക്ടർ പറയുന്നത് കേൾക്കാം, അതിന് വിധേയമായി നമുക്ക് പുരോഹിതൻ പറയുന്നത് കേൾക്കാം, അതിന് വിധേയമായി നമുക്ക് ഏതെങ്കിലും സാമ്പത്തിക വിദഗ്ധൻ പറയുന്നത് കേൾക്കാം, അതിന് വിധേയമായി നമുക്ക് ആര് പറയുന്നതും കേൾക്കാം, ഏത് കൊച്ചുകുട്ടി പറയുന്നതും കേൾക്കാം. എപ്പോ? സബ്ജക്ട് ടു ഇതിന് വിധേയമായി മാത്രം, ഈ പറഞ്ഞ സംഗതിക്ക് വിധേയമായി മാത്രം ഇതൊക്കെ നമുക്ക് ചെയ്യാം. ഇതിന് വിധേയമാകാതെ ആര് പറയുന്നതും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ഇതാണ് ഇസ്ലാം. വളരെ സിമ്പിളാണ്, നമുക്ക് ആരുടെ മുമ്പിലും അവതരിപ്പിക്കാം. നമ്മുടെ ഒരു സ്പെഷ്യൽ അള്ളാഹിനെ കുറിച്ചൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മളോട് അള്ളാഹ് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെടലിൽ പെട്ടതാണ് നിസ്കാരം, ആ ആവശ്യപ്പെടലിൽ പെട്ടതാണ് നോമ്പ്, അതിൽപ്പെട്ടതാണ് ഹജ്ജ്, അതിൽപ്പെട്ടതാണ് സക്കാത്ത്, അതിൽപ്പെട്ടതാണ് എൻ്റെ സഹോദരീ സഹോദരന്മാരെ സാമ്പത്തികമായി കൃത്രിമം കാണിക്കാതെ മാന്യമായി കച്ചവടം നടത്തണം എന്നുള്ളത് അതിൽപ്പെട്ടതാണ്. ഇതിനെ നമ്മൾ എവിടെ വെച്ചാണ് വേർതിരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. വ്യഭിചരിക്കരുത് എന്നത് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ അതേ അള്ളാഹ് തന്നെ പറഞ്ഞതാണ്. നോമ്പ് പിടിക്കണമെന്ന് ഏതൊരു റബ്ബാണോ പറഞ്ഞത് അവൻ തന്നെ പറഞ്ഞത് പലിശ വാങ്ങരുതെന്ന്. ഇത് തമ്മിൽ എവിടെയാണ് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത്? ഇവിടെ എവിടെയാണ് നമ്മൾ ഒരു സെപ്പറേഷൻ കൊടുക്കുന്നത്? ഇത് കൊടുക്കാതെ നമ്മൾ ജീവിക്കണം. അതാണ് അള്ളാന്റെ ആവശ്യം. അള്ളാഹ് അത് പറഞ്ഞു. നിസ്കരിക്കാൻ അള്ളാഹ് പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നു. നോമ്പ് പിടിക്കാൻ അള്ളാഹ് പറഞ്ഞു, ഞാൻ നോമ്പ് പിടിക്കുന്നു. പലിശ വാങ്ങരുതെന്ന് അള്ളാഹ് പറഞ്ഞു, ഞാൻ പലിശ വാങ്ങുന്നില്ല. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണമെന്ന് എന്റെ നാഥനാണ് എന്നോട് കൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ മാന്യമായി പെരുമാറും. പല അസ്വസ്ഥതകളും അവരുടെ നടപടിക്രമങ്ങളിലൂടെ എനിക്ക് ഉണ്ടാകുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ എന്റെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറും. അള്ളാഹ് പറഞ്ഞു, നീ പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറണം. അശ്റൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് ഭാര്യമാരോട് മാന്യമായി പെരുമാറണം. എന്ത് അസ്വസ്ഥതകൾ ഉണ്ടായാലും അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അതുകൊണ്ട് ഞാൻ എന്റെ ഇണയെ തെറി പറയില്ല, ഞാൻ എന്റെ ഇണയെ കൈവയ്ക്കില്ല, ഞാൻ എന്റെ ഇണയുടെ മാതാപിതാക്കളെ ഞാൻ കുറ്റം പറയില്ല. ബഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്, അവളോട് മാന്യമായി പെരുമാറണമെന്ന് എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ കൽപ്പനകളെ നമ്മൾ എങ്ങനെയാണ് എവിടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ എല്ലാ മേഖലകളിലും അനുസരിച്ച് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കാനാണ് അള്ളാഹ് ആവശ്യപ്പെട്ടത്. ഇതുപോലെ ജീവിച്ച സ്വർഗത്തിൽ പോകാം, അതാ അള്ളാഹ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ് പറഞ്ഞത് അതാണ്. അതിനകത്ത് വരുന്ന വീഴ്ചകൾ, ആ വീഴ്ചകൾ പശ്ചാത്തപിച്ചാൽ പുറത്തു വരും. അല്ലാതെ ആ വീഴ്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, ഒരു തിരുത്തിനും നമ്മൾ ഒരു സമയത്തും സന്നദ്ധല്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കുക അള്ളാഹ് ഇതൊക്കെ പുറത്തു തരും. ഇങ്ങനെ വിചാരിക്കരുത്, ഇത് അബദ്ധമാണ്. ഇത് കാര്യമായ പരുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏൽപ്പിക്കും. ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു നബിവചനമുണ്ട്. ആ
അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത് വൽ ആജിസു മൻ അത്ബഅ നഫ്സഹു ഹവാഹ ഫതമന്ന അലല്ലാഹിൽ അമാനിയ. ബുദ്ധിമാൻ അവൻ എന്താണെന്ന് ചോദിച്ചാൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു, അവൻ ഇങ്ങനെ ആത്മപരിശോധന നടത്തിക്കൊണ്ടേയിരിക്കും. അവൻ തന്റെ ജീവിതത്തെ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല മരണാനന്തര ജീവിതത്തിനു വേണ്ടി അവൻ മുതൽ കൂട്ടിക്കൊണ്ടിരിക്കും, കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. വൽ ആജിസു, ദുർബലൻ, അവൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മൻ അത്ബഅ നഫ്സഹു ഹവാഹ ഫതമന്ന അലല്ലാഹിൽ അമാനിയ. അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവൻ ഇഷ്ടം പോലെയൊക്കെ അവൻ ചെയ്യും. കച്ചവടം നടത്തുമ്പോൾ അവന്റെ ഇഷ്ടം പോലെ അവൻ കച്ചവടം നടത്തും. മാതാപിതാക്കളോട് പെരുമാറുന്നിടത്തൊന്നും സൂക്ഷ്മത ഉണ്ടാവില്ല. നമസ്കാരത്തിൽ ചിലപ്പോൾ കൃത്യത കാണിക്കും. എന്ന് പറഞ്ഞ പോലെ അവന് കൃത്യത കാണിക്കണമെന്ന് തോന്നിടത്ത് അവൻ കൃത്യത കാണിക്കും. അവന് കൃത്യത കാണിക്കണമെന്ന് തോന്നാത്തിടത്ത് ലാഭം നഷ്ടമൊക്കെ നോക്കി മൂപ്പര് ആ വേലിയൊക്കെ ചാടും. എന്നിട്ട് മൂപ്പര് എന്ത് വിചാരിക്കും? അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു എനിക്ക് പുറത്തു തരും, അള്ളാഹു എന്നെ സ്വർഗത്തിലാക്കുമെന്ന് അയാൾ വിചാരിച്ചുകൊണ്ട് നടക്കും. എത്ര കൃത്യമാണ് കാര്യങ്ങൾ. നമ്മുടെ മനസ്സിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒപ്പിയെടുത്തിട്ടാണ് ഈ പറയുന്നത്. അവർ വിചാരിക്കുന്നു അള്ളാഹു കാരുണ്യവാനല്ലേ, റഹ്മാനു റഹീമുമല്ലേ, അതുകൊണ്ട് അവൻ പുറത്തു തരും എന്ന് വിചാരിക്കും. അത് വ്യാമോഹം മാത്രമാണ്, അത് ഡിലൂഷൻസ് മാത്രമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വ്യാമോഹം അങ്ങോട്ട് മാറ്റിവെക്കുക. എന്നിട്ട് അള്ള മനുഷ്യനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ കാരണമായി അള്ള പറയുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആരാധിച്ച് ജീവിക്കാൻ എന്നല്ല, ആരാധന അടക്കമുള്ള മേഖലകളിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പരമാവധി ജീവിക്കുക. അതിൽ വരുന്ന തെറ്റുകളാണ് ഈ പുറത്തു തരും എന്നുള്ള പറയുന്നത്. അല്ലാതെ തെറ്റാണെന്നറിയാം, 1.5 കൊല്ലം മുമ്പ് തീരുമാനിച്ച് നടപ്പാക്കുന്ന തെറ്റാണ് താനും, എന്നിട്ട് ഇതൊക്കെ അള്ള പുറത്തു തരും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ വിചാരിച്ചിങ്ങനെ ഇരിക്കാമെന്നല്ലാതെ ആ വിചാരത്തിന് ഒരു പ്രസക്തിയും ഉണ്ടാവില്ല. അത് അള്ള പറഞ്ഞത് ലൈസ ബി അമാനിയക്കും വല അമാനി അഹ്ലുൽ കിതാബ്. നിങ്ങൾ മുസ്ലിങ്ങളായാലും വേണ്ടില്ല, നിങ്ങൾ അഹ്ലുൽ കിതാബുകാരായ ജൂതന്മാരും ക്രിസ്ത്യാനികളായാലും വേണ്ടില്ല, മാനി അമൽ സുവൻ യുജ്ദ ബിഹി, തെറ്റ് ചെയ്താൽ അവൻ അനുഭവിക്കേണ്ടി വരും. അല്ല, സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് സൽക്കർമ്മങ്ങൾ ആചരിക്കാനാണ് നിങ്ങൾ സന്നദ്ധമാവുകയാണെങ്കിൽ ഉലായിക യദ്ഖുലൂനൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് ഈ ടോണിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നു, നമ്മൾ ഖുർആനുമായൊരു ബന്ധമുണ്ടാക്കണം. ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കണം. ഇസ്ലാമിനെ പഠിക്കാൻ അള്ള തന്നതാണ് ഖുർആൻ. അത് വെറുതെ ഇങ്ങനെ ഒന്നും അറിയാതെ ഓതിക്കൊണ്ടിരുന്നാൽ ഈ ടോണൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഇസ്ലാമിനെ കുറിച്ച് അള്ള പറയുന്ന ഈ കാര്യങ്ങളൊന്നും നമുക്ക് തിരിയൂല. എന്തോ ഒരു പവിത്രമായ കാര്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് വായിക്കുന്നുണ്ട് എന്നതിൽ കവിഞ്ഞ് ഒരു നേട്ടവും അതിനുണ്ടാവില്ല. അതുകൊണ്ട് ഖുർആനുമായി നല്ല ആത്മബന്ധം സ്ഥാപിക്കുകയും ഈ വ്യാമോഹങ്ങളെ തിരുത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചമ്പരം നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങകലെ ഫലസ്തീനിൽ പോരാടുന്ന സത്യവിശ്വാസികളായ സഹോദരന്മാർക്ക് അല്ലാഹു ധൈര്യവും മനസ്സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെ പിടഞ്ഞു വീഴുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു രക്തസാക്ഷിയുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മെയും മുഴുവൻ അംബിയാ മുർസലീങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുവാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.